ഹലോ കൂട്ടുകാരി, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അതേപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ മുറ്റോടെയൊക്കെ കഴിഞ്ഞത് ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ടു. അപ്പോൾ കൂട്ടൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുളിക്കലൊന്നും നടക്കില്ല. പിന്നെ ഞാൻ മടി പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ദാണ്ട ഞാൻ അടിച്ച ടോപ്പാണ് കേട്ടോ ഗായ്സ്, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സ്വന്തമായി സ്റ്റിച്ച് ചെയ്താണ്. പിന്നെ രാവിലെ കാപ്പിക്കുള്ള പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ ചേച്ചി അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. രാവിലെ കാപ്പിക്കുള്ള പരിപാടിയൊക്കെ റെഡിയാക്കി. നമ്മുടെ ഇഡ്ഡലി ചട്നി ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിയാകുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ അപ്പുക്കുട്ടൻ എണീറ്റു. അവന് പല്ല് തേക്കാനുള്ള കൊടുത്തു. പിന്നെ ഏട്ടൻ എണീറ്റിട്ട് അവനെ കുളിപ്പിച്ചിട്ട്. അപ്പോൾ എനിക്ക് അവനെ കുളിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അവനെ അമ്പലത്തിൽ കൊണ്ടുപോയതുകൊണ്ട് രാവിലെ എനിക്ക് തൊട്ട് മുട്ടാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ചേച്ചിയും ഉണ്ണിയും ഏട്ടനും കൂടിയിട്ട് രാവിലെ അമ്പലത്തിൽ പോയത്. അവർ അമ്പലത്തിൽ പോയ സമയം കൊണ്ട് ഞങ്ങൾ വേഗം പോയി ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബിരിയാണിക്കുള്ള പരിപാടിയൊക്കെ മേമമാരൊക്കെ ശരിയാക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴുകി വെക്കുക. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് വെക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അപ്പുക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് വേഗം ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു. ഏട്ടനും അതിൻ്റെ ഇടയിൽ കൂടെ വന്നത്. അവർ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്കാട്ടോ പോയത്. പിന്നെ രാവിലത്തെ കുറേ പരിപാടിയൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ചെറുതായിട്ട് ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ഏട്ടൻ തന്നെ അതൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഉണ്ണികളെല്ലാവരും കൂടി ബലൂണൊക്കെ വീർപ്പിക്കണ തിരക്കാണ് കേട്ടോ അവിടെ. അപ്പോൾ അപ്പുക്കുട്ടന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ കുട്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് കേട്ടോ. വെറും ഷോയാണേ. പിന്നെ ഒന്നും രണ്ടും പിറന്നാൾ ഇത് നല്ല ഗംഭീരമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാം പിറന്നാളൊന്നും വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കൂടി ആയപ്പോൾ നാലാം പിറന്നാൾ നമ്മൾ ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണി ഏട്ടനും കൂടി വേഗം പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ ഒരു ജിങ്കിൾ ടീമാട്ടോ സെറ്റ് ചെയ്തത്. അപ്പോൾ കൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനത്തെ ഒരു ഇത് സെറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലൊക്കെ സെറ്റ് ചെയ്തത് കേട്ടോ. ഫൈനൽ ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് അടിക്കണേ. പിന്നെ നമ്മുടെ അപ്പുക്കുട്ടൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് മേമ എടുത്തിട്ട് വന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ കുട്ടി ഒറ്റയ്ക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് ഏട്ടൻ്റെ അടുത്തും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അവൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പോയി നിന്നു. പിന്നെ ഏട്ടൻ്റെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനെയും കൂടി എടുത്തിട്ട് അവിടെ വന്നിട്ട്. അപ്പം എന്നാലും നമ്മുടെ അപ്പുക്കുട്ടൻ തനിയാട്ടോ കേക്കൊക്കെ മുറിച്ചത്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to happy അങ്ങനെ birthday. കേക്കൊക്കെ മുറിച്ച് ഓരോരുത്തരും ഇങ്ങനെ കേക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കായിരുന്നു. കണ്ട എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാവർക്കും മടിയാണ് കേട്ടോ. വീഡിയോ എടുക്കണോണ്ട് മുന്നിലേക്ക് വരാൻ വേണ്ടി ഭയങ്കര മടി കാണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുഴപ്പമില്ല വന്നോ, ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരെയും കാണിക്കാത്തത്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കൊടുത്തു. ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പുക്കുട്ടന്. അതാണ്ട് ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതാണ്ട് ചെറിയ ചെറിയ അവന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ എല്ലാവർക്കും മുറിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കറിയൊക്കെ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ നെയ്ച്ചോറ്, കോഴി, സലാഡ്, അച്ചാറ്, പിന്നെ ഗോതമ്പ് പായസമാട്ടോ നമ്മൾ വെക്കുക. ഇവിടെ കൂടുതലും ഗോതമ്പ് പായസമാട്ടോ വയ്ക്കുക. അങ്ങനെ അപ്പുക്കുട്ട ചെറിയച്ഛൻ്റെ കൂടെ കഴിക്കുക പറഞ്ഞിട്ട് അവരിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് വിളമ്പാനൊക്കെ നിന്നു. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ നല്ല ഹാപ്പി ആയി കേട്ടോ. പ്രതീക്ഷിക്കാണ്ട് വന്നിട്ടുണ്ടായിരുന്നേ ചെറിയച്ഛന്മാരൊക്കെ. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് ഡേയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നാളെ അവർക്ക് എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് തന്നെ പോകണം പറഞ്ഞിട്ട്. പിന്നെ ദൂരം കൂടുതലല്ലേ. ഇപ്പോൾ ഇറങ്ങിയാലാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും അവർക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവർ ഇറങ്ങുമ്പോൾ അമ്മയൊക്കെ പോകുമ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ വിഷുവിന് ഞാൻ അങ്ങോട്ട് അട്ടപ്പാടിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു മാസമല്ലേ ഉള്ളൂ. ആ സമയത്ത് പോവാ വിചാരിച്ചു കേട്ടോ. ഇതാണ്ട് ഓട്ടോ വന്നപ്പോൾ നമ്മുടെ അപ്പുക്കുട്ടൻ വേഗം വന്നു കേട്ടോ. പോണ വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവരിങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ കുട്ടിക്ക് ചെറുതായിട്ട് ഒരു സങ്കടമൊക്കെ വന്നു കേട്ടോ. ഇതാണ്ടോ പെട്ടെന്ന് പിന്നെ ഞങ്ങൾ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ആക്കിയിട്ടോ. പിന്നെ അച്ഛൻ്റെ അനിയൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അനിയനാണ് കേട്ടോ അത്. അച്ഛന് 2 അനിയന്മാരാണ്. അപ്പോൾ ഇവരും അടുത്ത് തന്നെയാണ്. മേമയ്ക്ക് വർക്കുള്ളത് കൊണ്ട് ഇവരിവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവരൊരു 4-4:30 ആകുമ്പോൾ ഇവിടെ നിന്ന് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവരെ യാത്രയൊക്കെ അയച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ പോയത് നമ്മുടെ മേമ അവിടെ നിന്ന് കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പാവം അവർ ഓട്ടോ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ വിളിച്ചതല്ലേ. അവർ 10 മിനിറ്റ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വരുന്നവരെ. അപ്പോഴേക്കും കേട്ടോ മേമ പകുതി വരെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പാവട്ടോ തിരിച്ചു പോയി അങ്ങനെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട്. അപ്പോൾ എല്ലാവരും വന്ന് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു വിഷമം ഉണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാട്ടോ പോയത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റിൽ വീണ്ടും കാണാം.